നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ജ്വാലാ നരസിംഹം എന്ന നരസിംഹത്തിന്റെ ഉഗ്രമായ ഒരു ഭാവത്തിന്റെ ഉപാസനയും മൂലമന്ത്രവുമാണ്. പൊതുവെ നമുക്ക് അറിയാവുന്ന നരസിംഹമൂർത്തി എന്നുള്ളത് ഉഗ്ര നരസിംഹവും അഭയ നരസിംഹവും അതുപോലെ നരസിംഹ പല വിഭാഗങ്ങൾ കേരളത്തിൽ ഇന്ന് ഏറെ പ്രചാരമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജ്വാലാ നരസിംഹം എന്ന ഒരു അപൂർവ നരസിംഹഭാവത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പൊതുവെ 74 നരസിംഹ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 9 നരസിംഹ, അതായത് നവനരസിംഹങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. അവർ വിശിഷ്ടമാണെന്നാണ് പറയുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഈ നരസിംഹമൂർത്തിയുടെ തന്നെ ഒരു ശക്തിപീഠം പോലെ തന്നെ കരുതാവുന്ന ഒരു സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ അഹോബില. അത് അഹോബിലത്തിൽ സ്ഥിതി ചെയ്യുന്ന നരസിംഹത്തിന്റെ 9 ക്ഷേത്രങ്ങൾ, അതായത് ഒരു ശക്തിപീഠ, ഏറ്റവും കൂടുതൽ നരസിംഹത്തിനെ ഉപാസിക്കുന്നവർ പോകുന്നതും ഏതൊരു വൈഷ്ണവ ഭക്തനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാലം കൂടെയാണ്. ശക്തിപീഠങ്ങൾ മറ്റ് ദേവികൾക്കുള്ളത് പോലെയാണ് നരസിംഹമൂർത്തിയുടെ ഏറ്റവും ഉഗ്രമായ 9 ഭാവങ്ങൾ കുടികൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം ഇതിന് പ്രത്യേകത പറയുന്നത് നരസിംഹത്തിന്റെ ഉത്ഭവത്തിന് തന്നെ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി സ്തംഭം പിളർന്ന്, അതായത് തൂണ പിളർന്ന് ഹിരണ്യകശിപുവിനെ കൊല്ലാനായി പൊടുന്നനെ ഉണ്ടായ മൂർത്തിയായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ ഈ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഈ അഹോബിലത്തിലായിരുന്നു എന്നാണ്. ആ സ്ഥലം മുഴുവൻ, ആ മലമുകൾ മുഴുവൻ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരമായിരുന്നെന്നും ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം നരസിംഹ ഭഗവാൻ അസുരനെ അവിടെ വെച്ച് വധിച്ച സ്ഥലവുമാണെന്നും പറയുന്നു. ഹിരണ്യേശ്വരനെ കീറി മുറിച്ചപ്പം ഈ ഭഗവാന്റെ ഉഗ്രകോപ അതിന്റെ പാരമ്യത്തിലെത്തിയ സ്ഥലമാണെന്നും പറയുന്നുണ്ട്. ക്രോധ നരസിംഹ മൂർത്തിയായിട്ടാണ് അവിടെ ഇരുന്നത്. അതിനുശേഷം ജ്വാലാ നരസിംഹമായിട്ട് മാറുകയായിരുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ അത് വളരെ മനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്, വളരെ പ്രശസ്തവും കൂടിയാണ്. അവിടെ ഇരിക്കുന്ന ജ്വാലാ നരസിംഹത്തിന്റെ അടുത്ത് തന്നെ ഉഗ്രസ്തംഭം എന്ന് പറഞ്ഞതായത് ഹിരണ്യകശിപു പൊട്ടിച്ച സ്തംഭത്തിന്റെ ഭാഗം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒക്കെ അങ്ങനെ പല വിശിഷ്ട കാര്യങ്ങളുള്ള ഒരു ശക്തിപീഠം കൂടിയാണ്. അപ്പോൾ ഇത് അവിടുത്തെ മൂർത്തിയുടെ പ്രത്യേകത, 2 കൈകൾ ഹിരണ്യകശിപുവിന്റെ തലയും കാലും മടിയിൽ പിടിച്ചിരിക്കുന്നു. മറ്റു കൈകൊണ്ട് അസുരനെ ഇങ്ങനെ കീറി മുറിക്കുന്ന നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലത്തെ ഉഗ്ര നരസിംഹത്തിന്റെ തന്നെയാണ് ഭാവം. എന്നാൽ 9 തരത്തിൽ നരസിംഹത്തിന്റെ മറ്റ് അവതാരങ്ങളും ഉണ്ട്. അതാണ് ഛത്രവധ നരസിംഹം എന്ന, അതൊരു ആൽമരത്തിന്റെ ചൂട്ടിലിരിക്കുന്നതായി ഒരിതും ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട്. 9 യോഗാനന്ദ നരസിംഹം, 2ാമത്തേത് കരഞ്ച നരസിംഹം, 3 ഊഹ നരസിംഹം, 4 ഉഗ്ര നരസിംഹം, പിന്നെ ക്രോധ നരസിംഹം, പിന്നെ മലോല നരസിംഹം, അതായത് ലക്ഷ്മി ദേവിയുടെ കൂടെ ഇരിക്കുന്നത്, പിന്നെ ജ്വാലാ നരസിംഹം, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തൂണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഭാവമാണ്, സായുധ രൂപമാണത്. പിന്നീടുള്ളത് പാവന നരസിംഹം, അത് ഭരദ്വജ മുനിയെ അനുഗ്രഹിച്ച ഭാവം എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഈ 9 നവനരസിംഹങ്ങളുടെ ഭാവങ്ങൾ പറയുന്നത്. വളരെ ശക്തിമായ ഒരു ശക്തിപീഠമാണ്. അവിടെ നരസിംഹമൂർത്തിയുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുപോലെ ഏറ്റവും അവിടെ പ്രശസ്തമായ നരസിംഹദേവന് വേണ്ടി ഒരു സ്തോത്രം, അത് വളരെ പ്രചാരത്തിലുള്ളതാണ്. അത് ഇങ്ങനെയാണ്: ഹിരണ്യസ്തംഭര സംഭൂതി പ്രഖ്യാത പരമാത്മനെ പ്രഹ്ലാദമുഷേ ജ്വാലാ നരസിംഹായ മംഗളം. ഇങ്ങനെ ജപിച്ചുകൊണ്ടാണ് അവിടെ എല്ലാവരും, കാരണം അത് 9 നരസിംഹങ്ങൾക്ക് വേണ്ടി ചേർത്ത് അവിടെ ജപിക്കുന്നതാണ്. അതുപോലെ ഉഗ്ര നരസിംഹം നമുക്ക് ഇവർക്കും അറിയാം, മന്ത്രങ്ങളും ഉഗ്ര നരസിംഹത്തിന്റെ പ്രത്യേകതകളും. അതുപോലെ ശത്രുനാശത്തിനും മറ്റ് ബാധാരക്ഷയ്ക്ക് വേണ്ടി അല്ലാതെ ഹോമങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന ഉഗ്രം വീര മഹാവിഷ്ണു എന്നുള്ള ഉഗ്രമൂർത്തിയുടെ മന്ത്രം. എന്നാൽ ഇന്ന് പറയുന്നത് ജ്വാലാ നരസിംഹം, അതിലും ഉഗ്രതയോടെ ജ്വാലകൾ പുറപ്പെടുത്തുകൊണ്ട്, അതായത് തൂണിൽ നിന്ന് പിളർന്ന് പുറമേ ഇറങ്ങുമ്പോൾ കയ്യിൽ ആയുധങ്ങളുമേന്തി ആ തീയോടുകൂടി നിൽക്കുന്ന ഭാവമാണ് ഈ ജ്വാലാ നരസിംഹം എന്ന് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഇത് മായാപ്പൂരിലുള്ള നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമാണ്. അത് ഈ ഇസ്കോൺ ഹരേ കൃഷ്ണ ആളുകളുടെ ഇതിലാണ്. അവിടെയും വളരെ ഉഗ്രമായ ആരാധനകൾ നടത്തി വളരെ ശക്തമായ ഒരു നരസിംഹമൂർത്തിയും കൂടിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഇപ്പോൾ കേരളത്തിൽ വളരെ അധികം ക്ഷേത്രങ്ങളുണ്ട്, ശക്തിമത്തായ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ ഏറ്റവും വിശേഷമായ പാനകം കൊടുക്കുന്ന നരസിംഹമൂർത്തിക്ക് പ്രിയപ്പെട്ട നിവേദ്യം കൂടിയാണ്. കൂടുതലും വൈഷ്ണവ ചൈതന്യമായതുകൊണ്ട് സ്വാത്വികമായിട്ടാണ് ആരാധിച്ചു വരുന്നത്. എന്നാൽ മലബാര മാന്ത്രിക കർമ്മത്തിൽ
പ്രത്യേകിച്ച് പാതാള നരസിംഹ എന്നൊരു മൂർത്തിയെക്കുറിച്ച്, അതുപോലെ പലതരത്തിലുള്ള നരസിംഹമുണ്ട്. ശത്രുക്കൾക്ക് സർവനാശം വിതയ്ക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ്. അതും പാതാള നരസിംഹത്തിനെ ജ്വാലയിലൂടെയാണ് വിളിക്കുന്നത്. അതൊക്കെ ഈ ജ്വാലാ നരസിംഹത്തിന്റെ ഒരു വിധാനം കൂടിയാണ്. അതിനെ നമ്മുടെ ദ്രാവിഡ മലബാര മാന്ത്രികമായിട്ട് ബന്ധിപ്പിച്ച അന്നത്തെ ഗുരുക്കന്മാർ ശാബര രീതിയിൽ മാറ്റിയെടുത്തതാണ്. ഉഗ്രകർമ്മമാണ്, ശത്രുമാരണമാണ്. അതിന് ഗുരു നിർദ്ദേശത്തോടുകൂടി അത് അഭ്യസിച്ച് അങ്ങനെ വളരെ നിഷ്ഠമായ ഒരു കർമ്മമാണത്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ പറയുന്നത് ജ്വാലാ നരസിംഹത്തിന്റെ മൂലമന്ത്രവും ധ്യാനവും. ഋഷീൻ ഛന്ദസ്സും ദേവതയും. അസ്യ ശ്രീ ജ്വാലാ നരസിംഹ മഹാമന്ത്രസ്യ ജമദഗ്നി ഋഷി ജഗതിച്ഛന്ദ ശ്രീ നരഹരി ദേവത ക്ഷൗംബീജം ശ്രീം ശക്തി ഹ്രീം കീലകം ശത്രുനാശനദ്വരാ മഹാഭയ നിർവൃത്യാർത്ഥേ ഇഷ്ടസിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ. ധ്യാനം. മധ്യേ ചക്രം മഹാസ്യം ജഡതനല ചികാഗ്രസ്ത വേതാളവർഗം സ്ഫൂർജ ദുഘോരരാജിത പ്രതിരസനപദേ വിഗ്രഹസ്തുസുഹന്ത തേയോ അസ്മാഫിസ്സമുദിർ തിനകര സദൃശ്യ സ്ത്രീക്ഷ്ണ ദംഷ്ട്ര സംരോഭൂതദ്രോമ ധ്വനിരചിത മഹാബോധിഘോഷ നൃസിംഹ. ഉഗ്രമായ ധ്യാനമാണ്. ഈ ധ്യാനത്തിന് പൊതുവെ ഒരു മാലാമന്ത്രമാണ് ഉള്ളത്. ഇവിടെ പറയുന്നത് അതിന്റെ മൂലമായുള്ള മന്ത്രമാണ്. അതിന്റെ ഋഷീൻ ഛന്ദസ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥം, അതായത് നരസിംഹ സ്വരൂപനായ ദിവ്യചക്രം കൈയിൽ ധരിച്ച് വിശാലമായ മുഖവും ജ്വലിക്കുന്ന അഗ്നിശിഖകളാൽ ദുഷ്ടശക്തികളെയും വേതാളാദികളെയും ദഹിപ്പിക്കുന്നവനും ഭീകരശത്രുക്കളെ ഉഗ്രരൂപത്തിൽ സംഹരിക്കുന്നവനും ഉദയസൂര്യനെ പോലെ ദീപ്തിയായി പ്രകാശിക്കുന്നവനും മൂർച്ചേറിയ ദംഷ്ട്രകൾ ഉള്ളവനും രോമങ്ങൾ അഗ്നി പോലെ നിൽക്കുന്ന മഹാസമുദ്രത്തിന്റെ ഘോഷം പോലെ ഗർജിക്കുന്ന നരസിംഹമൂർത്തിയെ നമിക്കുന്നു എന്നാണ് ധ്യാനം. ഇനി മൂലമന്ത്രം. ഓം ഹ്രീം ക്ഷ്രൗം ശ്രീം ജ്വാല ജ്വല ജ്വാലാമാലിനി മണികുംഭായ നൃസിംഹമൂർത്തയെ ഹും ഭട്ട് സ്വാഹ. ഉഗ്രമായ മന്ത്രമാണ് ഇത്. ഒന്നും ഗുരുപദേശമില്ലാതെ നരസിംഹമൂർത്തിയുടെ കാര്യം പറയുകയേ വേണ്ട. അതൊക്കെ വൈഷ്ണവ രീതിയിൽ ആരാധിച്ച് നരസിംഹമൂർത്തിയുടെ മറ്റു ഭാവങ്ങളെയൊക്കെ പൂജിക്കുന്നവർക്ക് വേണ്ടി പറയുന്ന മന്ത്രം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മൂലമന്ത്രം. ഇനി പ്രയോഗം, അതുപോലെ മന്ത്രസിദ്ധി വരുത്തുന്നത് എങ്ങനെയാണ് നൃസിംഹകൽപ്പത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ലക്ഷമേകം ജപേൻ മന്ത്രം ദശാംശം കൃതപായസൈ രുഹായ പൂജയേൽ പീഡേ വിമലാദിസമന്വിതേ ഏവം സംസാദിതോ മന്ത്ര പ്രയാഗേഷു ക്ഷമേ ഭവി. അതായത് ഇത് നരസിംഹ യന്ത്രത്തിന് മുകളിൽ ഈ മന്ത്രം ധ്യാനവും ധ്യാനിച്ച പ്രകാരം നരസിംഹമൂർത്തിയെ പൂജിച്ച് ഭക്തിയോടുകൂടി 1 ലക്ഷം ജപിച്ച് നെയ്പായസം കൊണ്ട് 10,000 ഹോമിക്കണം. അങ്ങനെ ചെയ്താൽ പ്രയോന്മൾ ചെയ്യാൻ അത്രയും ശക്തനാകുമെന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് വിചരൻ വിപനെ ചോരയാക്ര സർപ്പോകുല നര ജപേദമു മന്ത്രവരഞ്ഞ ഭയം പ്രതിപാദ്യത. അതായത് കള്ളന്മാർ, പുലി, പാമ്പ് തുടങ്ങിയ അതുപോലെ കൊടുങ്കാടുകളിലൂടെ നടക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചാൽ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് തന്നെ അതൊക്കെ മാറുമെന്ന്. ഇനി പറയുന്നത് ഒരു ശത്രു ഉച്ചാരണ കർമ്മം. അതായത് കർണനേത്ര ശിരകണ്ഠ രോഗാൻ മന്ത്രോ വിനാശയേത് ആകുശാരചുതാം പീഡമനു മന്ത്രദഭസ്മച ആത്മാനം നൃഹരിന്ദ്യാപ്ത വൈരിണീം മൃഗബാലലം ആദായ പ്രക്ഷിപ്പതേ സ്യാ ദിശി സത്യാസതി സ്വകുടുംബം പരിത്യജേന ചൈവ വർത്തതേ പുന. അത് ആദ്യം പറഞ്ഞത് കാതിലും കണ്ണിനും ശിരസിലും കഴുത്തിലും ഒക്കെ രോഗങ്ങളുണ്ടെങ്കിൽ മാറുവാനും ആചാരം ഒഴിയാനും ഈ മന്ത്രം ജപിച്ചാൽ മതി. പിന്നീട് കുറച്ച് ഭസ്മമെടുത്ത് ഈ മന്ത്രം ജപിച്ച് എന്നിട്ട് താൻ നരസിംഹമൂർത്തിയാണെന്നും ശത്രു ഒരു മാൻകുട്ടിയെപ്പോലെയാണെന്നും ധ്യാനിച്ച് ആ ഭസ്മം എറിയണം. അങ്ങനെ ഏത് ദിക്കിലേക്കാണോ എറിയുന്നത് ആ ദിക്കിലേക്ക് തന്നെ ശത്രു തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയി പിന്നെ കുടുംബത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഉച്ചാരണ പ്രയോഗം കൂടിയാണ് പറയുന്നത്. ഇതൊക്കെ മന്ത്രസിദ്ധമായവർക്ക് വേണ്ടി പറയുന്നതാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രയോഗവിധി. അപ്പോൾ ബാക്കി പ്രയോഗങ്ങൾ ഒക്കെ ഉഗ്രനരസിംഹത്തിന്റെ ഉപാസനാക്രമത്തിൽ പറയുന്നതാണ്. നമസ്കാരം.